ഹലോ ഗൈസ്, നമ്മ ഈ കാലത്ത് തന്നെ പോകുന്നുള്ളത് ഉള്ളാൾ പള്ളിക്കാണ് സിയാർത്താക്കാൻ പോകുന്നത്. ചെറിയൊരു നേർച്ച ഉണ്ടായി. അങ്ങനെ ഞാനും താജും മാത്രമല്ല, ബാക്കിൽ ആളുണ്ട് കുറെ. എല്ലാവരും ഉണ്ട്. എന്റെ ഫാമിലി ഉണ്ട്, എന്റെ ഉമ്മാന്റെ ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞമ്മ എല്ലാവരും ട്രെയിനിന്റെ സമയം നോക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞമ്മ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മുകളിലെ പാലത്തിലായിട്ട് അപ്പുറത്തേക്ക് കിടക്കുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. എന്റെ ഫാമിലി എല്ലാവരും ഉണ്ട്, ഉമ്മാന്റെ ഫാമിലി ഉണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ നല്ല സെൽഫി എടുക്കുന്നില്ല, എല്ലാവരോടും ഇങ്ങനെ പിടിച്ചപ്പോ എല്ലാവരും പോസ് ഇടുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തതാണ് സംഭവം. അത് ലാസ്റ്റ് അവർക്ക് മനസ്സിലായിന്. പിന്നെ കാണാനുള്ളത് നമ്മൾ ഓസിൽ കുത്തനെ കാൽ തന്നെ കുളിപ്പിച്ചിട്ട് കീച്ചിന് ഓൻ എന്ത് സംഭവം അറിഞ്ഞിട്ട് അയാൾക്ക് പോകുന്ന എന്ത് തന്നു. ഞാൻ കുറെ ചിരിപ്പിക്കാൻ നോക്കി, ചിരിക്കുന്നൊന്നും കാണുന്നില്ല. ഞാൻ മുണ്ടല്ലേ വേസ്റ്റ്, ഓൻ എന്തോ നോക്കിയിട്ട് പായാക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിനിൻ്റെ ഉള്ളിൽ ചിരിപ്പിക്കാൻ നോക്കി, അതും നടന്നിട്ട് ഓന് വേറെ ആളെ നോക്കുന്നുള്ളത്. പിന്നെ ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പുറത്തെന്താ കാഴ്ചകളെല്ലാം ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചോന്. ഓൻ അത് നോക്കിയിട്ടാ അതിന്റെ ഇടയിൽ നല്ല ഓനെ പിക്കറാക്കാൻ പോയി. ഓനത് ഇഷ്ടപ്പെട്ടിട്ട് ഓമല്ല ഒഴിഞ്ഞു മാറി. വെണ്ണല്ലേ ഇയാൾക്ക് വെള്ളം വേണം. അങ്ങനെ ഇയാൾ ചൂട്ടിലുണ്ടായി കുറച്ച് വെള്ളം കുടിച്ചിട്ട് അമ്പി ഇയാൾക്ക് സന്തോഷമായി. അങ്ങനെ ഇയാൾ ഫുള്ള് പുറത്തെല്ലാം നോക്കാൻ തുടങ്ങി. കൊള്ളാം നല്ല പറഞ്ഞിട്ട് എന്റെ കൈക്കെല്ലാം തയ്ക്കുന്നുണ്ടോന്. പിന്നെ എന്ത് കണ്ടിട്ടാന്ന് തോന്നി ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. കുറെ നേരമായിട്ട് എന്തോ കണ്ടിനോനാടാ. അങ്ങനെ പുറത്തുനിന്നുള്ള ജസ്റ്റ് പേടിച്ചോ അല്ലേ, ഇങ്ങനെ പേടിപ്പിക്കലുണ്ടാ. അങ്ങനെ ഉള്ളൊക്കെ തലയിട്ടിട്ട് ഓൻ ക്യാമറയെല്ലാം നോക്കി ജസ്റ്റ് ഓനാട് സീറ്റ് വന്റെ കുപ്പ അല്ലെ ബലിച്ചിട്ട് നോക്കുന്നല്ലാണ്ടല്ല. ഓനൊരു കളിക്കണ വന്നില്ല, എന്നെ കടിക്കാനെല്ലാം നോക്കി. അപ്പൊ ഞാനവിടെ പയ്യുണ്ട് പൂച്ചയുണ്ട് നല്ല പറഞ്ഞിട്ട് അങ്ങോട്ട് കാണിച്ചു. അതാ തവള ആട് നല്ല പറഞ്ഞിട്ട് ഇങ്ങനെ കളിപ്പിക്കാൻ തുടങ്ങിയാണ്. കുറച്ചേരം ഞാൻ പിടിച്ചിട്ട് എന്റെ മേലെ പറ്റിച്ച് അടിക്ക് കുറച്ചേരം എഴുതി. അങ്ങനെ ഞമ്മ ഉള്ളാടത്തേക്ക് എത്തി. ഉള്ളാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഓന് ട്രെയിനിൽ പോകുന്ന എന്നെ നോക്കുന്നുണ്ട്. സംഭവം ഫസ്റ്റ് ട്രെയിനിൽ പോകുന്നത്. അങ്ങനെ അതിന്റെ ഒരു കൗതുകം കൊണ്ടുപോനി. അപ്പൊ ദാജി ഒന്ന് എന്നെ കാണിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് ട്രെയിനും പോയിട്ട് അതിന്. അങ്ങനെ നമ്മൾ റിക്ഷ പിടിച്ചിട്ട് നേരെ ഉള്ളാൾ പള്ളിക്ക് എത്തി. അവിടെ നല്ല എതിർള്ള എന്നെ മീനെല്ലാം ഉണ്ട് വെള്ളത്തിൽ. നല്ല മജയുണ്ട്. മാഷാ അല്ലാ, പള്ളി കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഞാൻ പള്ളിന്റെ മുമ്പ് സെൽഫിയിൽ എടുത്ത് എന്നെ ഒരാൾ നോക്കുന്നുണ്ട്. ഞാൻ വലിയ മൈൻഡ് ആക്കിയിരുന്നില്ല. ഞാൻ രാവിലെ പോയതുകൊണ്ട് അടുത്തൊരു ആംബിയൻസ് ഇങ്ങനെ ഒന്ന് കണ്ടു നോക്കുക. ആരും ഇല്ല ഇനി രാവിലെ തന്നെ. ദാജു ഞാന് പിന്നെ വേറെ കുറെ ആളൊന്നും ഇല്ല. ഇനി നമ്മളെ ഫാമിലി തന്നെ. ഒരു ഉച്ചയിലാകുമ്പോ നല്ല ആൾ വന്നു കണ്ട. ഇങ്ങനെ നല്ല വളരെ അപൂർവമായിട്ടാണ് അത് കാണേണ്ടത്. ഐ മീൻ രാവിലെ വന്നെങ്കിൽ ആരും ഉണ്ടാകുന്നിരുന്ന ഇങ്ങനെ ഉണ്ടാകുന്ന. പിന്നെ അവിടെ പൈസ എറിയുന്നൊരു ചെറിയ കിണർ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ആടെ പോയിട്ട് നോക്കി ഞമ്മ. ആടെ കുറെ പൈസ ഉണ്ട് അതിൻ്റെ ഉള്ളില്. അയവാ അപ്പോഴേക്ക് നമ്മൾ ഓസിൽ ഡ്രസ്സ് എല്ലാം മാറിയിട്ട് വന്നു. ഓനെ നമ്മളെ പോലെയല്ല, അപ്പൊ ഡ്രസ്സ് എല്ലാം മാറും. ഭയങ്കര മോഡാണ് ആള്. അങ്ങനെ ഓസിൽ പറഞ്ഞു കൊടുത്തിട്ടാണ് ഉള്ളാൾ പള്ളി നല്ല പറഞ്ഞു കൊടുത്ത്. അങ്ങനെ കുറെ ആളില്ലാത്തോണ്ട് മജയിലെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല ഇത് പകലായതുകൊണ്ട് രാത്രി എങ്ങനെ നല്ല ലൈറ്റിങ്സ് എല്ലാം ഉണ്ടാക്കി നല്ല മജാട്ടി. പിന്നെ ഒരു ആട് പോകുന്ന കണ്ടിട്ട് ഓസിൽ നടന്ന് നിർത്താൻ കൊള്ളുന്നില്ല. അതിനെ വിളിക്കുന്നു ഏയ് എന്നെല്ലാം പറഞ്ഞിട്ട് ഓൻ ആടെ പൂച്ചെന്നല്ല പറഞ്ഞെങ്കിലേ ഓനാട് നിർത്തിച്ച് ഓനത് കൊട്ടിട്ടെല്ലാം കളിക്കുന്നുണ്ട് മജയിലെ. ആടിനെല്ലാം കാണുമ്പോൾ നോക്കുന്നു, ടാറ്റല്ലാക്കുന്നു. അങ്ങനെ രാവിലെ എന്നെ പോയതുകൊണ്ട് ചായ കുടിക്കാൻ മറന്നുവനങ്ങി. അങ്ങനെ ഹോട്ടലിലെ കയറിയിട്ട് ജസ്റ്റ് കട്ടനെല്ലാം കുടിച്ച് ഇപ്പൊ തിരിച്ചോക്കണ്ട. ഞാൻ ഞെക്കിരി ചിക്കിലാക്കിയത്. ഏടെ സമയത്ത് കണ്ടെങ്കിൽ മതി. അപ്പൊ പോയിട്ട് അവിടെ കൂടിക്കൊടുന്നു. ഈ പുള്ളറ ഈ പണി തന്നെ. അങ്ങനെ കണ്ട ഓരോടെ മീൻ ഉണ്ടെന്നുണ്ട്. എത്ര മീനുണ്ട്, ഏതല്ലേ മീനുണ്ട് കാണിക്കുന്നുണ്ട് ബാബിക്ക് ഫുൾ സംഭവം നല്ല മറ്റുണ്ട്. കാണുമ്പോൾ ലോങ് എന്നല്ല ഇങ്ങനെ വൈഡെല്ലാം എടുക്കുമ്പോൾ എന്ത് ചെയ്യല് പേടിക്കണേ. ഞാനത് സംഭവം ഇങ്ങനെ ഒരു ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ലൊരു ഫ്രെയിം തപ്പിക്കൊണ്ട് നടക്കുന്നുള്ള. പള്ളീൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു ചേല് കാണുമ്പോൾ ഞാൻ ആടെ 2 ഫോട്ടോ എടുത്ത്. ഫോട്ടോയിൽ ഞാൻ ഇൻസ്റ്റായിൽ ഫേസ്ബുക്കിലെല്ലാം ഇടുന്നത്. അതിനെ നോക്കിയാൽ മതി. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ കണ്ട് എന്ത് വിശേഷ സുഖമല്ല എന്നല്ല ചോദിച്ച്. അത് തിന്നുന്ന തിരക്കിലുള്ളതുകൊണ്ട് എന്ത് മുണ്ടിയിട്ടാ ആട്ടെ തിന്നിട്ടുന്ന. പിന്നെ ഞാനും പോയി ഹലോ ഏടത്ത് നടക്കുന്ന എല്ലാവരും ഉമ്മ ഒപ്പം തിന്നുന്നപ്പോ ആട്ട് പോവാ തിന്നടാ അല്ല പായിച്ചേന. എന്നിട്ട് അത് പോന്നതാണ് റോട്ടിൽ നടക്കുന്നത്. നല്ല ബർക്കത്തുള്ള കഞ്ഞിയും സാമ്പാറും. അടുത്ത ഉച്ചഭക്ഷണം റെഡി അതിനമാടെ പോകുന്നുണ്ട് കഴിക്കാൻ. കൈറ്റ് വലിയ ശീലമൊന്നുമില്ല. ഇങ്ങനെ ആട്ട് പള്ളിയത്ത് ചോറെല്ലാം വെയ്ക്കുന്നതല്ലേ ഞങ്ങൾക്കല്ല ഓൾക്ക്. ഞാനൊക്കെ പോകുന്നുണ്ട് എപ്പോഴും. അങ്ങനെ കുറെ പാത്രമെല്ലാം എടുത്തിട്ട് വെച്ചിട്ടെല്ലായി ഞങ്ങൾ റിക്ഷയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ആടുന്ന് വണ്ടി കയറി ഞമ്മ നാട്ടിലേക്ക് വന്നു. എന്ത് പറഞ്ഞൊരു കാര്യമില്ല. ഓസിലതാ ട്രൗസറിന്റെ പള്ളിയിൽ കളിക്കുന്നുണ്ട്. ഒരു മജായിട്ടേ ട്രിപ്പ്. ഞമ്മ പിന്നെ സിയാറത്തിനൊന്നല്ലേ, ട്രിപ്പിന്റെ വൈബിന് വന്നല്ല. അത് വേറെ ആട്ടെ. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് മജയിൽ കാണാം. ഇതിപ്പോ ഒരു വൈബായിട്ടാ. എന്നാലും സാരില്ല. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.